ഓഫ്ലൈൻ ക്ലാസ്സുകാർക്ക് അത് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ഇവിടെ വരുന്ന സമയത്ത് അതിൻ്റെ സിലിണ്ടറൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. തൽക്കാലം നമുക്ക് ആ ഡെറിവേഷൻ മുതൽ ഇന്നങ്ങ് പഠിപ്പിച്ചു പോകണം. ഇവരെ ഓൺലൈനിൽ അവിടം വരെയാണ് പഠിപ്പിച്ചത്. നിങ്ങൾ നോട്ട് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇതിൻ്റെ വർക്കിംഗ് മുതൽ ആണ് എഴുതാനുള്ളത് നമുക്ക്, അല്ലേ? വർക്കിംഗ് മുതലാണ് എഴുതാനുള്ളത് അടുത്തത്. അപ്പോൾ എഴുതിക്കോ വർക്കിംഗ്. അത് ഓൺലൈനിലുള്ളവർ എഴുതിക്കോ, വർക്കിംഗ് എഴുതിക്കോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളത് എഴുതേണ്ട, നിങ്ങൾ ഓൾറെഡി അത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഡെറിവേഷനായിട്ട് ഇപ്പോൾ പഠിപ്പിച്ചു തരാം. അതായത് വർക്കിംഗ് എന്താണ്, അതായത് ഈ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ വർക്കിങ്ങിനെ പറ്റിയാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെൻ കറണ്ട് സ്റ്റാർട്ട്സ് flowing through the conductor എന്ന് പറയുമ്പോൾ നമ്മുടെ റെക്റ്റാങ്കുലർ ലൂപ്പ് കണ്ടക്ടർ. ഇത് കഴിഞ്ഞിട്ട് എഴുതേണ്ടതാണ്. കഴിഞ്ഞ ദിവസം വരെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തവരുടെ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണിത് കേട്ടോ. ഓഫ്ലൈൻ ക്ലാസ്സുകാർക്ക് ഈ നോട്ട് തന്നാണ്, അവരിത് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഡെറിവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, വർക്കിംഗ് എന്ന്, അതായത് വെൻ കറണ്ട് സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ, it experiences a torque. Hence the pointer starts moving in one direction. At the same time, the spring starts developing a restoring torque, and the pointer come back to the original position, original position. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ 3 ഡയമെൻഷനിൽ നിങ്ങൾ വരയ്ക്കണ്ട, ഇത് എല്ലാവരും ശ്രദ്ധിച്ചോ. അതായത് നമുക്ക് ഇതിൻ്റെ 2 ഡയമെൻഷണൽ വ്യൂ, നമുക്ക് ടോപ്പ് വ്യൂ മാത്രമേ ഉള്ളൂ. 3 ഡയമെൻഷനായിട്ട് നോക്കണമെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ ഒരു സിലിണ്ടറാണ് ഈ ഗാൽവനോമീറ്ററിനകത്ത് ഇരിക്കുന്നത്. ഓക്കെ, വരയ്ക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, ഇതിലാണ് നമ്മൾ റെക്റ്റാങ്കുലർ കോയിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുക. അതിൻ്റെ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുക. കുറേ റെക്റ്റാങ്കുലർ, ഒരു 10,000 കണക്കിന് ടേൺസ് എന്ത് ചെയ്തിരിക്കുക, ഞാൻ ഇതിൽ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ മാഗ്നറ്റിൻ്റെ ഇടയ്ക്ക് കണ്ട, ഇങ്ങനെയാണ് മാഗ്നറ്റ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് മാഗ്നറ്റ് ഇരിക്കുന്നത്. അപ്പം ഇതിനിടയിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്. ഈ സ്പ്രിങ്ങിൻ്റെ അതിൻ്റെ ഈ അറ്റത്ത്, താഴത്തെ അറ്റത്ത് ഒരു പോയിൻ്റർ ഉണ്ട്. ആ പോയിൻ്ററാണ് നമ്മുടെ ആ ഗാൽവനോമീറ്ററിൻ്റെ ഇതായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം അത് കാണിച്ചായിരുന്നു എങ്ങനെയാണ് ഇതിരിക്കുന്നതെന്ന്. ഓഫ്ലൈൻ ക്ലാസ് വരുന്ന സമയത്ത് നിങ്ങളെ ഇനി ഒന്നുകൂടെ കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ പോയിൻ്റർ, ഇതിൻ്റെ സൈഡ് വ്യൂ ആണിത്. ഇതിൻ്റെ പോയിൻ്റർ അങ്ങോട്ടാണ് ഇരിക്കുന്നത് കേട്ടോ, അതായത് ഇങ്ങോട്ടായിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെയുമാണ് ഇതെന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഈ സ്പ്രിങ്ങിലാണ് ഈ പോയിൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറണ്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ഈ അർമേച്ചർ കോയിൽ അതുകൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പോയിൻ്റർ, ഇങ്ങനെ ഇരിക്കുന്ന പോയിൻ്റർ എന്ത് ചെയ്യുന്നറിയാമോ, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ സ്പ്രിങ്ങിലല്ലേ ഇരിക്കുന്നത്. സ്പ്രിങ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സ്പ്രിങ് ടൈറ്റ് ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, സ്പ്രിങ് തിരിച്ച് റീസ്റ്റോറിങ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിനെ വീണ്ടും തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും. ഗാൽവനോമീറ്ററിനകത്തൂടെ കറണ്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരു ഡിഫ്ലക്ഷൻ ചെയ്തിട്ട് തിരിച്ച് പഴയ പൊസിഷനിൽ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ശരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്കും സ്പ്രിങ്ങിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. സ്പ്രിങ് ഇങ്ങനെ തിരിഞ്ഞ്, നമുക്കറിയാലോ, ഇപ്പോൾ സ്പ്രിങ് എത്ര വലിച്ചാലും നമ്മൾ കൈ വിട്ടാൽ എന്ത് ചെയ്യും, തിരിച്ചങ്ങോട്ട് പോകും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഒരു റിസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് സർക്കുലർ സ്പ്രിങ് ആയതുകൊണ്ടാണ് ഇവിടെ ടോർക്ക് എന്ന് പറയുന്നത്, റിസ്റ്റോറിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. സിംപ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ എന്ന് തന്നെ അങ്ങ് ഓർത്താൽ മതി. അതായത് നമ്മൾ സ്പ്രിങ്ങിനെ നമ്മളിങ്ങനെ വലിച്ചിട്ട് നമ്മൾ ജസ്റ്റ് വിടുവാണെങ്കിൽ എന്ത് ചെയ്യും, അത് തിരിച്ച് പഴയ പൊസിഷനിൽ തന്നെ പോയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഇത്. അത് റൊട്ടേഷണൽ സ്പ്രിങ് ആണെങ്കിൽ, അതിനെ ഹെയർ സ്പ്രിങ് എന്ന് വിളിക്കുന്നത്, അത് റൊട്ടേഷണൽ ഇങ്ങനെ സ്പ്രിങ് വട്ടത്തിലാണ് അതിൻ്റെ, ഇങ്ങനെയാണ് അതിൻ്റെ സ്പ്രിങ് തന്നെ ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അത് കോയിൽ ചെയ്യുകയും അൺകോയിൽ ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? അതാണത് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് എന്താ സംഭവിക്കുന്നത്, ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ നമ്മൾ എന്താ, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു ടോ ഈസ് ഈക്വൽ ടു നമുക്കറിയാം
NIAB സൈൻ തീറ്റയാണ്. നമുക്കറിയാം തീറ്റ 90 ഡിഗ്രിയാണ്. അത് എന്തുകൊണ്ടാണ്? റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട്, റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ തീറ്റ 90 ഡിഗ്രിയാണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോ ഈസിക്കൽ എന്തെന്ന് കിട്ടും? NIAB സൈൻ 90 വരും. സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ടോ ഈസിക്കൽ എന്താ? NIAB എന്ന് വരും. ഓക്കെ, ഇനിയും നമുക്ക് ഇവിടെ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ടോർക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം റീസ്റ്റോറിംഗ് ടോർക്ക് എന്തിന് പ്രൊപ്പോർഷനാണെന്നറിയാമോ? അതായത് ഇങ്ങനെ ഇരിക്കുന്ന പോയിന്ററിനെ കറണ്ട് കടത്തി വിടുന്ന സമയത്ത് ചിലപ്പോൾ അത് കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ചിലപ്പോൾ ഇത്രയാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഡിഫ്ലക്ഷൻ ആവാം, ചിലപ്പോൾ ഇത്രയും ഡിഫ്ലക്ഷൻ ആവാം, ചിലപ്പോൾ ഇത്രയും ഡിഫ്ലക്ഷൻ ആവാം, ഫുൾ ഡിഫ്ലക്ഷൻ. അപ്പം ഇവിടെ ആംഗിളാണ് എന്ത് ചെയ്യുന്നത്? ഇത്രയും ആംഗിൾ വരുവാണ്. ചിലപ്പോൾ ഇത്രയും ആംഗിളേ വരത്തുള്ളൂ, ചിലപ്പോൾ ഇത്ര ആംഗിൾ, ചിലപ്പോൾ ഇത്ര ആംഗിൾ. അതായത് കൂടുതൽ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ആംഗിളിൽ അത് ഡിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം റിസ്റ്റോറിംഗ് ടോർക്ക് എന്ന് പറയുമ്പോൾ തിരിച്ച് ഈ ഡയറക്ഷനിലല്ലേ? ആംഗിൾ ഉണ്ടാകുന്നത് ഈ ഡയറക്ഷനിലും റീസ്റ്റോറിംഗ് ടോർക്ക് ഉണ്ടാകുന്നത് ഈ ഡയറക്ഷനിലുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ റീസ്റ്റോറിംഗ് ടോർക്ക് ടോ ആർ ഈസ് ഈക്വൽ ടു റീസ്റ്റോറിംഗ് ടോർക്ക് ടോ ആർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് എഴുതാം? ടോ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് തീറ്റ എന്ന് എഴുതാം. അതിൻ്റെ കാരണം മനസ്സിലായല്ലോ? അതായത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്, തീറ്റയും ആ ഡയറക്ഷനിൽ തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ റീസ്റ്റോറിംഗ് ടോർക്ക് ആക്ട് ചെയ്യുന്നത് തിരിച്ചാണ്. സ്പ്രിങ് തിരിച്ച് പഴയ പൊസിഷനിൽ വരാൻ വേണ്ടി റീസ്റ്റോറിംഗ് ടോർക്ക് ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ തീറ്റ എങ്ങനെയാണ് എടുക്കുന്നത്? തീറ്റ ഇങ്ങനെയാണ് എടുക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇവിടെ നെഗറ്റീവ് സൈൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഈ തീറ്റനെ നമ്മൾ റൊട്ടേറ്റിംഗ് ആംഗിൾ എന്ന് വിളിക്കും. ഓക്കെ, റൊട്ടേറ്റിംഗ് ആംഗിൾ എന്ന് വിളിക്കും. ഇനിയും ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻ്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻ്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഷാരോണെ ഒരു അര പേജ് വിട്ടിട്ട് ബാക്കി എഴുതിക്കോ കേട്ടോ. ടോ ആർ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു നെഗറ്റീവ് തീറ്റ എന്ന് വരുന്നു. അപ്പോൾ ടോ ആർ ഈസ് ഈക്വൽ എന്ന് വരുന്നു? നെഗറ്റീവ് സി തീറ്റ എന്ന് വരുന്നു. ഈ സി എന്ന് പറയുന്നത് വെയർ സി ഈസ് കോൾഡ് ടോർഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഓർ റീസ്റ്റോറിംഗ് ടോർക്ക് പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്നാണ് പറയുന്നത്. റീസ്റ്റോറിംഗ് ടോർക്ക് പെർ യൂണിറ്റ് ട്വിസ്റ്റ് റീസ്റ്റോറിംഗ് ടോർക്ക് പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്നാണ് ഇതിന് പറയുക. ഇനിയും അറ്റ് ഇക്വിലിബ്രിയത്തിൽ എന്താ സംഭവിക്കുന്നത്? അതായത് നമുക്കറിയാം ഇക്വിലിബ്രിയം വരുന്ന സമയത്ത് അതിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ടോർക്കും അതിൽ ആക്ട് ചെയ്യുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്കും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ സം എപ്പോഴും 0 വരും. അങ്ങോട്ട് ആക്ട് ചെയ്യുന്നതിൻ്റെ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നതിൻ്റെയും സം എപ്പോഴും 0 വരും ഇക്വിലിബ്രിയത്തിൽ. ആ കണ്ടീഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നോക്കിയോ, അറ്റ് ഇക്വിലിബ്രിയം ഇക്യൂബിയം എന്നാണ് എഴുതുന്നത്. നമുക്കിങ്ങനെ എഴുതാം, അറ്റ് ഇക്വിലിബ്രിയം ടോ പ്ലസ് ടോ ആർ ഈസ് ഈക്വൽ ടു എന്താ? 0 എന്ന് എഴുതാം. നമുക്കറിയാം ടോർക്ക് NIAB ആണ്, പ്ലസ് ടോ ആർ എന്ന് പറയുമ്പം നെഗറ്റീവ് സി തീറ്റയാണ്, ഈസ് ഈക്വൽ ടു 0. നെഗറ്റീവ് സി തീറ്റേനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പം NIAB ഈസ് ഈക്വൽ ടു സി തീറ്റ എന്ന് വരുന്നു. നമുക്ക് അവിടെ നിന്ന് ഐ കണ്ടുപിടിക്കാൻ വേണ്ടി സി തീറ്റ ഡിവൈഡഡ് ബൈ NAB ഡിനോമിനേറ്ററിൽ കൊണ്ടുപോകുന്നു. ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഐ ഈസ് ഈക്വൽ ടു സി ബൈ NAB ഇൻറ്റു എന്തെന്ന് എഴുതാം? തീറ്റ എന്ന് എഴുതാം. ഈ സി ബൈ NABനെ നമ്മൾ ഗാൽവനോമീറ്റർ കോൺസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ എഴുതാം, ഐ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എന്തെന്ന് എഴുതാം? തീറ്റ എന്ന് എഴുതാം. അവിടെ നിന്ന് ഐ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു തീറ്റ എന്ന് എഴുതാം. ഇവിടെ ഓർത്തോണം, ഹിയർ സി ബൈ NAB ഈസ് കോൾഡ് ആസ് ഗാൽവനോമീറ്റർ കോൺസ്റ്റൻറ്റ്. ഗാൽവനോമീറ്റർ കോൺസ്റ്റൻറ്റ്. ഗാൽവനോമീറ്റർ ആണേ. ഗാൽവനോമീറ്റർ കോൺസ്റ്റൻറ്റ്. അതായത് ഇവിടെ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താണ്? ഐ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു തീറ്റയാണ്. അതായത് അതിനകത്തൂടെ കടത്തിവിടുന്ന കറണ്ട് കൂടിയാൽ ആ ഡിഫ്ലക്റ്റിംഗ് ആംഗിൾ കൂടും എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഗാൽവനോമീറ്ററിനകത്ത് നമുക്ക് പറയാനായിട്ടുള്ളത്.
കൂടുതൽ കറണ്ട് എടുത്ത് വിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഡിഫ്ലക്ഷൻ നടക്കും, കുറവ് കറണ്ട് എടുത്ത് വിട്ട് കഴിഞ്ഞാൽ കുറവേ ഡിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. കൂടുതൽ ഡിഫ്ലക്ഷൻ നടന്നു കഴിഞ്ഞാൽ കൂടുതൽ റിസ്റ്റോറിംഗ് ടോർക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം കൂടെ ഓർത്തോണം. ഓക്കെ ആണല്ലോ? ഇത് ഇത്രയും ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് പറയാമോ? ഇത്രയും ഓക്കെ ആണോ? ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മളന്ന് നോട്ട് മാത്രമേ എഴുതിയുള്ളായിരുന്നു, ഇത് എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ്, ഇതിപ്പം സോഫ്റ്റ് ആൻഡ് സിലിണ്ടറിൽ നമ്മളിങ്ങനെ റെക്റ്റാങ്കുലർ കോയിൽ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ ഇതാണ് സ്പ്രിങ് എങ്കിൽ ഇങ്ങനെയാണ് പോയിൻ്റർ ഇരിക്കുന്നത്. ഈ പോയിൻ്റർ ഇവിടുന്ന് ഇങ്ങോട്ടും ഡിഫ്ലക്റ്റ് ചെയ്യും. മനസ്സിലായോ? അതാണ് നമ്മുടെ ആ സ്ക്രീനിനകത്ത് കാണിക്കുന്നത്. എന്താ സ്ക്രീനിനകത്ത് കാണിക്കുമ്പോൾ രണ്ട് പോയിൻ്റർ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. കറണ്ട് പോകുമ്പോൾ ഒന്നെങ്കിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ തിരിച്ച് ഡയറക്ഷൻ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇങ്ങനെ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. ഓക്കെ, ശരിക്കും ആ സിലിണ്ടർ ഇതിനകത്ത് ഈ ഭാഗത്ത് നമുക്കറിയാമല്ലോ, ഈ ഭാഗത്താണ് അത് ഇരിക്കുന്നത്. ഈ ഭാഗത്ത് ഇതിൻ്റെ ഈ ഭാഗത്തായിരിക്കും ആ സിലിണ്ടർ ഇരിക്കുന്നത്, ഗാൽവനോമീറ്ററിൻ്റെ. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെച്ചാൽ അത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ എന്താണ് ഫിഗറും കാര്യങ്ങളും ഒന്നും പഠിക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ടോപ്പ് വ്യൂ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ അതെന്തിനാണെന്നറിയോ? റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. ഞാനന്ന് ഗ്രൂപ്പിലിട്ട പടം മാത്രമാണ് മെയിനായിട്ട് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെൻസിറ്റിവിറ്റി ഓഫ് ഗാൽവനോമീറ്റർ ആണ്. സെൻസിറ്റിവിറ്റി ഓഫ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. സെൻസിറ്റിവിറ്റി ഓഫ് ഗാൽവനോമീറ്റർ. എഴുതിയില്ലെങ്കിൽ പറയണം കേട്ടോ, എഴുതിയില്ലെങ്കിൽ പറയുക. അടുത്ത ഹെഡിങ് എഴുതിക്കോ, സെൻസിറ്റിവിറ്റി ഓഫ് ഗാൽവനോമീറ്റർ. സെൻസിറ്റിവിറ്റി ഓഫ് ഗാൽവനോമീറ്റർ. സർ നേരത്തെ അതൊന്നും ഇടാം. ഒരു സെക്കൻഡ്. കാണാമോ? യെസ് സർ. യെസ് സർ എഴുതി. ഓക്കെ, അപ്പം ഹെഡിങ് എഴുതാം, സെൻസിറ്റിവിറ്റി ഓഫ് ഗാൽവനോമീറ്റർ. സെൻസിറ്റിവിറ്റി ഓഫ് ഗാൽവനോമീറ്റർ. ഈ സെൻസിറ്റിവിറ്റി ഓഫ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്, ഗാൽവനോമീറ്റർ രണ്ട് രീതിയിൽ സെൻസിറ്റീവ് ആണ്. ഒന്ന് വോൾട്ടേജ് സെൻസിറ്റീവ്, ഒന്ന് കറണ്ട് സെൻസിറ്റീവ്. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ കാണുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ തന്നെ കാണും സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. അതായത് ചിലപ്പോൾ ടീച്ചർമാരൊന്ന് നോക്കിയാൽ കരയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ടീച്ചർമാരൊന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കരയുന്ന ആൾക്കാർ. അപ്പം അവരെല്ലാം, അല്ലെങ്കിൽ കൂട്ടുകാരൊന്ന് കളിയാക്കി കരയുന്ന ആൾക്കാർ. അപ്പം അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം ഊതി വീർപ്പിച്ച് വലിയതാക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരൊക്കെ എന്ന് പറയുമ്പം ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അതായത് ടീച്ചർ ഒന്ന് ചുമ്മാ നോക്കിയാൽ മതി, അപ്പോൾ കരയും. അപ്പോൾ വലിയ രണ്ട് പ്രശ്നങ്ങളാക്കി കരയും. മനസ്സിലായോ? അതേപോലെ തന്നെ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്, സെൻസിറ്റിവിറ്റി ഓഫ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്, ചെറിയ കറണ്ട് കൊടുക്കുമ്പോൾ വലിയ ഡിഫ്ലക്ഷൻ ഉണ്ടാക്കുന്ന ഗാൽവനോമീറ്ററും ഉണ്ട്, ചെറിയ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരുമ്പോൾ വലിയ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഒന്ന് വോൾട്ടേജ് സെൻസിറ്റീവ് ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞു, രണ്ട് കറണ്ട് സെൻസിറ്റീവ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നു. ഓക്കെ, കറണ്ട് സെൻസിറ്റിവിറ്റിയും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും എന്ന് പറയുന്ന രണ്ട് ഇതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ എഴുതാം, അതിൻ്റെ താഴോട്ട് എഴുതാം, ഗാൽവനോമീറ്റർ is said to be sensitive, comma, if it shows
ലാർജ് സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ എ സ്മോൾ കറണ്ട്. അതായത് ചെറിയ കറണ്ട്, അതായത് വളരെ ചെറിയ കറണ്ട് കടത്തി വിടുമ്പോഴും വലിയ ഡിഫ്ലക്ഷൻ കാണിക്കുവാണെങ്കിൽ അവർ സെൻസിറ്റീവ് ഗാൽവനോമീറ്റർ എന്നാണ് പറയുന്നത്. നമ്മുടെ മറ്റേ രീതിയിൽ തന്നെ ഓർത്താൽ മതി, ചെറിയ ഒരു പ്രശ്നത്തിനെ ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നമാക്കുന്നത്, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ടീച്ചർ നോക്കിയാൽ കരയുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ള അവർ സെൻസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെൻസിറ്റിവിറ്റി ശരിക്കും 2 ടൈപ്പ് ഉണ്ട്. കറണ്ട് സെൻസിറ്റിവിറ്റി ഉണ്ട്, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ ആദ്യം കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് എഴുതിക്കും. കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട്, അതായത് ഒരു യൂണിറ്റ് കറണ്ട് കടത്തി വിടുമ്പോൾ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ, അതിനെയാണ് കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. θ/I ആണ് കറണ്ട് സെൻസിറ്റിവിറ്റി. അപ്പോൾ നമുക്ക് എഴുതാം ഡിഫ്ലക്ഷൻ produced when unit current flows through it, flows through it. That is θ/I. അതായത് θ/I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിക്കോണം വേണമെങ്കിൽ. എന്താ ഡിഫ്ലക്ഷൻ ബൈ എന്താണ്? ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ കറണ്ട്. ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ഡിവൈഡഡ് ബൈ കറണ്ട് എന്നാണ്, യൂണിറ്റ് കറണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം θ/I ആണ് നമ്മുടെ കറണ്ട് സെൻസിറ്റിവിറ്റി. അപ്പം നമുക്കറിയാം ഈ θ/I കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആകെയുള്ള ഇക്വേഷൻ NIAB = C∅ ആണ്. അവിടുന്ന് θ/I കണ്ടുപിടിക്കാൻ ഐനെ ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സീനെ ഞാൻ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് θ/I എന്തെന്ന് കിട്ടുന്നു? NAB ഡിവൈഡഡ് ബൈ എന്താ? C. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് θ/I എന്താണ്? NAB ഡിവൈഡഡ് ബൈ C. ഈ θ/Iനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് കറണ്ട് സെൻസിറ്റിവിറ്റി. ഞാൻ തൽക്കാലം CS എന്നങ്ങ് എടുക്കുകയാണ്. കറണ്ട് സെൻസിറ്റിവിറ്റി ഇത് CS എന്ന് എടുക്കേണ്ട, ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, ഇങ്ങനൊരു സിമ്പിളൊന്നും ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം ഇവിടെ നമ്മൾ പ്രപ്പോർഷണൽ ആക്കാനായിട്ട് പോവാണ്, പ്രപ്പോർഷണൽ റിലേഷൻ പറയാൻ പോവാണ്. എനിക്കിപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി കൂട്ടണമെങ്കിൽ നോക്കിയേ, കറണ്ട് സെൻസിറ്റിവിറ്റി ഇതുണ്ട് ഈ എന്നുമായിട്ട് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്, എയുമായിട്ട് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്, ബിയുമായിട്ട് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്, പക്ഷേ സിയുമായിട്ട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അതായത് എന്നും എയും ബിയും കൂട്ടിക്കഴിഞ്ഞാൽ കറണ്ട് സെൻസിറ്റിവിറ്റി കൂടുകയും ടോർഷണൽ കോൺസ്റ്റൻറ്റ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് സെൻസിറ്റിവിറ്റി കുറയുകയും ചെയ്യും. അപ്പം ഇവിടെ നമുക്കിങ്ങനെ എഴുതാം, ഇൻ ഓർഡർ ടു ഇൻക്രീസ് കറണ്ട് സെൻസിറ്റിവിറ്റി. കറണ്ട് ഈ CS എന്നൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ, θ/I എന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി CS എന്നങ്ങ് എടുത്താണ്. ഓക്കെ, അപ്പം ഇൻ ഓർഡർ ടു ഇൻക്രീസ് കറണ്ട് സെൻസിറ്റിവിറ്റി we need to increase നമ്മുടെ ഗാൽവനോമീറ്ററിൻ്റെ എന്തൊക്കെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് സെൻസിറ്റിവിറ്റി കൂടും? മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യാം. രണ്ടാമത്തേത് ഏരിയ, അതായത് ആ മാഗ്നറ്റിക് സർക്കുലർ മറ്റേ റെക്റ്റാങ്കുലർ ലൂപ്പില്ലേ, അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇതാ, ആ ഏരിയ കൂട്ടിയാലും എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കറണ്ട് സെൻസിറ്റിവിറ്റി കൂടും. രണ്ട് ഏരിയ ഓഫ് റെക്റ്റാങ്കുലർ ലൂപ്പ് ഓഫ് എന്താണ്? ഗാൽവനോമീറ്റർ. ഇനി നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാലും മതി. നമുക്കറിയാലോ, നമ്മൾ പറഞ്ഞ ആ റെക്റ്റാങ്കുലർ ലൂപ്പിന് ഒരൊറ്റ ടേൺ അല്ല, ഒരു 10,000 ടേൺ ഇങ്ങനെ എന്ത് ചെയ്യുക? റെക്റ്റാങ്കിൾ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പം ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാം, അല്ലെങ്കിൽ ഏരിയ ഓഫ് റെക്റ്റാങ്കുലർ ലൂപ്പ് കൂട്ടിയാലും കറണ്ട് സെൻസിറ്റിവിറ്റി കൂടും, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാലും മതി. ഇനിയും ഇത് മൂന്നും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? കറണ്ട് സെൻസിറ്റിവിറ്റി കൂടും. പക്ഷേ ടോർഷൻ കോൺസ്റ്റൻറ്റ് ഡിക്രീസ് ചെയ്താലാണ് ടോർഷൻ കോൺസ്റ്റൻറ്റ്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ഈ കറണ്ട് സെൻസിറ്റിവിറ്റി എന്തിന് പ്രപ്പോർഷനാണ്? ഈ മൂന്നാൾക്കും പ്രപ്പോർഷനും, ഡയറക്റ്റ്ലി പ്രപ്പോർഷനും, ഈ ആൾക്ക് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനുമാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇത് ആ ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ റിലേഷൻ പറയാനാണ് CS എന്ന് എടുത്തത്. ഒരിക്കലും CS എന്ന് എടുക്കാൻ പാടില്ല.
തീറ്റ ബൈ ഐ എന്നാണ് നമ്മൾ എടുക്കുക. ഓക്കെ ആണല്ലോ? ഇത് ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം CS എന്ന് എടുത്തതേ ഉള്ളൂ. ഇനി അടുത്തത് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ആണ്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് in galvanometer when unit potential difference is applied. അപ്പം നമുക്ക് എന്താണ് ഇതിന് ദാറ്റ് ഈസ് നമുക്ക് എന്തെന്ന് എടുക്കാം? തീറ്റ ബൈ വി എന്ന് എടുക്കാം. ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ എത്ര, അതായത് 1 വോൾട്ട് പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടായി, അതാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ഏക വഴി ഈ ഇക്വേഷൻ തന്നെയാണ്. തീറ്റ ബൈ വി കണ്ടുപിടിക്കാൻ NIAB എന്ന് തന്നെ എടുക്കാം. NIAB ഈസ് ഈക്വൽ ടു സി തീറ്റയാണ് ഗാൽവനോമീറ്ററിൻ്റെ ഇക്വേഷൻ. അവിടെ നമുക്ക് ഈ തീറ്റ ബൈ വി എന്ന് പറഞ്ഞ ടേം ഇല്ല. വി എന്ന് പറഞ്ഞ ടേം ആക്കണമെങ്കിൽ ഐനെ വി ആക്കണം. നമുക്കറിയാം ഓംസ് ലോ വെച്ചിട്ട് വി ഈസ് ഈക്വൽ ടു IR ആണ്. അവിടുന്ന് ഐ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? വി ബൈ ആർ എന്ന് എഴുതാം. അപ്പോൾ ഐക്ക് പകരം ഞാൻ എന്ത് കൊടുക്കാൻ പോവാം? വി ബൈ ആർ ഇൻറ്റു എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു എന്താ? സി തീറ്റ. ഇനി നമുക്ക് തീറ്റ ബൈ വി കണ്ടുപിടിക്കാൻ ഈ വിനെ എന്ത് ചെയ്താൽ മതി? ഇങ്ങോട്ടും ഈ സീനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇങ്ങോട്ടും കൊണ്ടുവന്നാൽ മതി. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് NAB ഡിവൈഡഡ് ബൈ RC ഈസ് ഈക്വൽ ടു എന്താ? തീറ്റ ബൈ വി എന്ന് എഴുതും. സിമ്പിളി പറയുകയാണെങ്കിൽ തീറ്റ ബൈ വി, അതിനെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി VS എന്ന് എടുക്കാം. VS ഈസ് ഈക്വൽ ടു തീറ്റ ബൈ വി ഈസ് ഈക്വൽ ടു എന്താ? NAB ഡിവൈഡ് ബൈ എന്താണ്? RC. ഇവിടെ ഒരു പ്രാവശ്യം ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ ആരോടാണ് ഒന്ന് ചോദിക്കേണ്ടത്? അനീറ്റ ഉണ്ടോ ഇവിടെ? അനീറ്റ, ഓക്കെ. അപ്പോൾ അനീറ്റയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. അതായത് നമുക്ക് ഈ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ആരെയൊക്കെ എങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് പറയാൻ പറ്റും? എന്നിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. VS ഡയറക്ട്ലി, ഇത് എഴുതരുത്, എന്നിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അതായത് നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ VS കൂടും, ആണോ? ഓക്കെ. പിന്നെ ഏരിയ ഓഫ് വെക്ടറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഏരിയ ഓഫ് വെക്ടർ കൂടുമ്പോൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂടും. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഏരിയ മാഗ്നറ്റിക് ഫീൽഡ് കൂടുമ്പോൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂടും. പിന്നെ VS ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. അതായത് R കുറഞ്ഞാലേ VS കൂടുകയുള്ളൂ. VS ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, അതായത് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ C ആണ്. അപ്പം C കുറഞ്ഞാലേ VS കൂടത്തുള്ളൂ. ഓക്കെ, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CBSEക്കാർ ഇതിനകത്തുനിന്ന് നല്ലൊരു ചോദ്യം ചോദിക്കും, ഇങ്ങനെയല്ല അതിൻ്റെ കാര്യങ്ങൾ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് എന്നാണ് പറയുന്നത്. ഓക്കെ, ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം നമ്മൾ റെക്റ്റാങ്കുലർ ലൂപ്പ് എടുക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഒരു വലിയൊരു സാധനം ഇങ്ങനെ ചുറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്റ്റാങ്കുലർ ലൂപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ആക്ച്വലി ഈ നമ്പർ ഓഫ് ടേൺസ് കൂടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? ലെങ്ത് കൂടുക. അതായത് നമ്പർ ഓഫ് ടേൺസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് കൂടുക എന്നർത്ഥം. ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടുക എന്നർത്ഥം. റെസിസ്റ്റൻസ് കൂടിയാൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കുറയുക എന്നർത്ഥം. നേരത്തെ അനീറ്റ എന്താ പറഞ്ഞത്? നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂടുമെന്നല്ലേ പറഞ്ഞേ? ആണ്. പക്ഷേ അവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ ലെങ്ത് കൂടുകയാണ് ആ കണ്ടക്ടറിൻ്റെ. ലെങ്ത് കൂടിയാൽ ദണ്ട് ഈ റിലേഷൻ വെച്ചിട്ട് റെസിസ്റ്റൻസ് കൂടുകയാണ്. റെസിസ്റ്റൻസ് എൻ്റെ ഇവിടെ താഴെയാണ്. റെസിസ്റ്റൻസ് കൂടിയാൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടെ ഉണ്ടാകുന്നുള്ളതുകൊണ്ട് അതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാലേ പറ്റത്തുള്ളൂ. ഇവിടുന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം:
increasing area magnetic field ഞാൻ MF എന്നങ്ങ് എടുക്കുകയാണ് magnetic field and decreasing torsion constant can increase voltage sensitivity but increase in number of turns will increase the length of rectangular loop. Therefore, which in turns increases the resistance so in this case, in this context voltage sensitivity decreases. കാരണം റെസിസ്റ്റൻസ് കൂടിയാൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും ഒബ്വിയസ്ലി. ബാക്കിയായിട്ട് വേണമെങ്കിൽ എഴുതാം. ആസ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ആൻഡ് റെസിസ്റ്റൻസ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. കഴിഞ്ഞ ഒരു 2 ടോപ്പിക് കൂടെ പഠിപ്പിക്കാനുള്ളൂ. 2 ടോപ്പിക് കൂടെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. എഴുതാനുണ്ടെങ്കിൽ പറയുക, ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിനെ നമ്മൾ അമ്മീറ്ററാക്കി നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിനെ നമുക്ക് വോൾട്ട് മീറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ അമ്മീറ്ററായിട്ടും വോൾട്ട് മീറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, അതിന് ഈ ഗാൽവനോമീറ്റർ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഗാൽവനോമീറ്ററുമായിട്ട് എന്ത് കണക്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ വന്ന് ഈ ടോപ്പിക്ക്, അതായത് ഇപ്പം നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന 2 ടോപ്പിക്ക്, അതിനെയും ഒരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചില്ലെങ്കിലും ഈ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ കാണും. ഒന്നെങ്കിൽ ഒരു ന്യൂമറിക്കലായിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സാധനം ഈ ഭാഗത്തുനിന്ന് വരും, കൺവേർഷനുമായിട്ട് ബന്ധപ്പെട്ട്. അത് 100%. ഒരു വർഷം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി, എല്ലാ സെറ്റിലും ഈ ഒരു ചോദ്യം ഇങ്ങനെ, അതായത് ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടാവും. അതായത് ഈ ഗാൽവനോമീറ്റർ, അതായത് കൺവേർഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം എല്ലാ വർഷവും, അത് CBSE, ICSE, കേരള എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്, മനസ്സിലാക്കണം. അപ്പം ഇത് ആദ്യം ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഇതിൻ്റെ കൺസെപ്റ്റ് നമുക്ക് ഇത് 2 രീതിയിൽ പഠിക്കാം. ഒന്ന്, നമുക്ക് ഇതിൻ്റെ ഡെറിവേഷൻ പോലൊരു സാധനമാണ് ചോദിക്കുന്നതെങ്കിലും, ന്യൂമറിക്കൽ പോലുള്ള സാധനമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബൈ ഹാർട്ട് ചെയ്തിട്ട് ഇത് ആൻസർ എഴുതാം. അത് രണ്ടിനും ആ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്ന ഗുണം ചെയ്യും. എന്നാൽ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നതെങ്കിൽ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ പറ്റില്ല, അത് മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൺസെപ്റ്റ് ആദ്യം പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തോ കുഴപ്പമില്ല. അപ്പം ഹെഡിങ് എഴുതാം, കൺവേർഷൻ ഓഫ് ഞാൻ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിനെ MCG എന്നങ്ങ് എഴുതുകയാണ്. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഇൻറ്റു അമീറ്റർ. ഓക്കെ, അപ്പം ഞാൻ ഓരോ കാര്യങ്ങൾ അമ്മീറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ കറണ്ട്, അത് വേണമെങ്കിൽ എഴുതാം, ഡോട്ട് ഇട്ട് എഴുതിക്കോ. അമ്മീറ്റർ ഈസ് എ
used to measure electric current, measure electric current മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് അമ്മീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ അതിൻ്റെ ഒരു പ്രത്യേകത, അമ്മീറ്റർ എപ്പോഴും നമുക്ക് കറണ്ട് കണ്ടുപിടിക്കുന്ന സർക്യൂട്ടിന് സീരിയസ് ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ. അമ്മീറ്റർ ഈസ് ഓൾവേസ് connected in series with the circuit. ഇനി ഒരു ഐഡിയൽ അമ്മീറ്റർ, അതായത് കറണ്ട് എന്തുകൊണ്ടാണ് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഇൻ പാരലൽ സീരീസിനകത്ത് ഇൻ സീരീസ് കോമ്പിനേഷൻ കറണ്ട് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട സർക്യൂട്ടിന് സീരിയസ് ആയിട്ട് തന്നെയാണ് ഇത് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിലൂടെ പോകുന്ന അതേ കറണ്ട് തന്നെ ഈ അമ്മീറ്ററിൽ കൂടെ പോകും. മനസ്സിലായോ? അതുകൊണ്ടാണ് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇനിയും പാരലായിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ പാരൽ കണക്ഷനകത്ത് കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും, വോൾട്ടേജ് ആണ് കോൺസ്റ്റൻറ്റ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനിയും ഒരു ഐഡിയൽ അമ്മീറ്ററിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം അറിയോ? ഐഡിയൽ അമ്മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് 0 ആയിരിക്കണം. നമുക്കറിയാമല്ലോ, അതായത് കറണ്ട് നല്ല രീതിയിൽ മെഷർ ചെയ്യണമെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് 0 ആയാലേ പറ്റത്തുള്ളൂ, നല്ല രീതിയിൽ മെഷർമെൻറ്റ് എടുക്കണമെങ്കിൽ. പക്ഷേ ഒരിക്കലും നമുക്കറിയാം ഈ ഗാൽവനോമീറ്ററിനകത്ത് യൂസ് ചെയ്യുന്നത് എന്താണ്? സോഫ്റ്റ് അയൺ സിലിണ്ടറും അല്ല ഇരുമ്പാണ്. പിന്നെ നമ്മൾ കോയിലായിട്ട് എടുക്കുന്നതും എന്താണ്? കോപ്പറോ അങ്ങനെ എന്തെങ്കിലും, എല്ലാം മെറ്റലാണ് എടുക്കുന്നത്. ഇതിന് ഇൻബിൽഡ് ആയിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ജന്മസിദ്ധമായിട്ടുള്ള കഴിവെന്ന് പറഞ്ഞ പോലെ അതിനും എന്താണ്? അതിൻ്റെ മെറ്റീരിയൽ പരമായിട്ട് അതിന് നാച്ചുറലായിട്ട് അതിന് റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പം റെസിസ്റ്റൻസ് ഇല്ലാത്ത ഒരു ഇതും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പം ഐഡിയൽ അമ്മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് 0 റെസിസ്റ്റൻസ് ആകണമെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം നമ്മൾ ലാബിലും ഒക്കെ ഉപയോഗിക്കുന്ന അമ്മീറ്റർ ഒരിക്കലും എന്താകത്തില്ല, ഒരിക്കലും ഐഡിയൽ ആക്കി ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം റെസിസ്റ്റൻസ് ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, റെസിസ്റ്റൻസ് ഉണ്ട് അവിടെ. അപ്പം നമ്മൾ ഐഡിയൽ അമ്മീറ്ററിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഐഡിയൽ അമ്മീറ്റർ ഹാസ് 0 പൊട്ടൻഷ്യൽ, 0 റെസിസ്റ്റൻസ്. ഐഡിയൽ അമ്മീറ്ററിന് 0 റെസിസ്റ്റൻസ് ആണ്. ഐഡിയൽ അമ്മീറ്ററിന് 0 റെസിസ്റ്റൻസ് ആണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. അത് പ്രാക്ടിക്കൽ അല്ല. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഒരു കൺസെപ്റ്റ് പറയാമേ. ജസ്റ്റ് ഒരു കൺസെപ്റ്റാണ്, നിങ്ങൾ വേണമെങ്കിൽ എഴുതിയെടുത്തോണം കൺസെപ്റ്റ്. അതായത് ഞാൻ ഒരു 1 ohm റെസിസ്റ്ററും ഒരു 100 ohm റെസിസ്റ്ററും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഓക്കെ, ഈ 1 ohm റെസിസ്റ്ററിനെയും 100 ohm റെസിസ്റ്ററിനെയും ഞാൻ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യാണ്, 1 ohm 100 ohm. അപ്പം ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര ആയിരിക്കും എന്നറിയാമോ? 101 ആയിരിക്കും. കാരണം സീരിയസ് ആയതുകൊണ്ട് RS എന്താ? R1 + R2 വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താ? 1 + 100 വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു 100 not 1, 101 അല്ലേ? അതായത് റെസിസ്റ്റൻസ് കൂടി. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? കുറഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ് പോകുന്നത്? ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കാനാണ് പോകുന്നത്. അപ്പം ഗാൽവനോമീറ്ററിന് ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കണമെങ്കിൽ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറഞ്ഞ് നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ ഇതിനെ പാരലായിട്ട് കണക്ട് ചെയ്യണം. ഇതിനെ പാരലായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. ഇതിപ്പോൾ സീരിയസ് ആണ്, ഇതിപ്പോൾ പാരലായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയോ. 1 ohmനെയും 100 ohmനെയും നിങ്ങളൊന്ന് പാരലാക്കി ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. 100 ohm. അപ്പം 1/RP = നമുക്ക് 1/1 + 1/100 എന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 100 + 1/100 എന്ന് വരുന്നു. അതായത് 101 / 100 എന്ന് വരുന്നു. ഇത് 1/RP ആണ്. നമുക്ക് RP കണ്ടുപിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? 100 / 100 not 1 എന്ന് വരും. അതായത് 0.something ആണ്. അതായത് 2 റെസിസ്റ്റർ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പം അതിനകത്തെ വലിയ റെസിസ്റ്റൻസ് ഏതാണോ അതിനേക്കാട്ടിലും കൂടുതലായിരിക്കും അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇനി 2 റെസിസ്റ്റൻസിനെ പാരലായിട്ടാണ് കണക്ട് ചെയ്തതെങ്കിൽ അതിനകത്ത് ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ് ഏതാണോ അതിനേക്കാട്ടിലും ചെറുതായിരിക്കും അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇത് 0.123 ആ ഒരു റേഞ്ചിലൊക്കെ വരും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ 1 ohmലും 100 ohmലും ഏറ്റവും വലിയ റെസിസ്റ്റൻസ് 100 ആണ്. സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എഫക്റ്റീവ് കിട്ടിയ 101, അപ്പോൾ 100നെക്കാട്ടും വലുതാണ്. ഓക്കെ, ഇനി പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ് 1 ആണ്. 1നെക്കാട്ടിലും ചെറുതാണ് എനിക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ,
അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് റെസിസ്റ്റൻസിനെ നമുക്ക് ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയേണ്ടത് ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എപ്പോഴും കുറഞ്ഞ് നിൽക്കണം. ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എപ്പോഴും കുറഞ്ഞ് നിൽക്കുന്നപ്പോഴാണ്, അല്ലെങ്കിൽ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമ്മൾ ഏറ്റവും ഒരു ചെറിയ റെസിസ്റ്റൻസിനെ നമ്മളതിൻ്റെ പാരലായിട്ട് കണക്ട് ചെയ്താൽ മതി. കൺസെപ്റ്റ് മനസ്സിലാക്കിക്കോണം. അതായത് നമുക്ക് രണ്ട് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ റെസിസ്റ്റൻസ് ഒരു ഐഡിയൽ അമ്മീറ്റർ, നമുക്ക് ഒരു ഐഡിയൽ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എപ്പോഴും 0 ആയിരിക്കും. ശ്രദ്ധിച്ചോണേ, ഒന്നുകൂടെ പറഞ്ഞുതരാം, എല്ലാവരും ശ്രദ്ധിച്ചോ. ഐഡിയൽ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ? എന്നാൽ മാത്രമേ അത് നല്ല രീതിയിൽ, അമ്മീറ്ററിൻ്റെ പണി എന്താ? കറണ്ട് അളക്കുക എന്നുള്ളതാണ്. റെസിസ്റ്റൻസ് കൂടിയ അമ്മീറ്റർ ആണെങ്കിൽ കറണ്ട് വൃത്തിക്ക് അളക്കത്തില്ല. അപ്പോൾ റെസിസ്റ്റൻസ് ഐഡിയൽ അമ്മീറ്റർ ആണെങ്കിൽ റെസിസ്റ്റൻസ് 0 ആയിരിക്കണം. പക്ഷേ റെസിസ്റ്റൻസ് 0 ആക്കാൻ ഒരിക്കലും നമുക്ക് പറ്റത്തില്ല. കാരണം അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റൽ പീസുകളാണ്. ആ മെറ്റൽ പീസുകൾക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഐഡിയൽ അമ്മീറ്റർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പ്രാക്ടിക്കൽ അല്ല. അപ്പം നമ്മൾക്ക് യൂസ് ചെയ്യാൻ കിട്ടുന്ന അമ്മീറ്ററിൻ്റെ പ്രത്യേകത എന്താ? അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ആ റെസിസ്റ്റൻസിനെ എത്രയും കുറയ്ക്കാമോ അത്രയും കുറച്ച് നിർത്തണം. ഓക്കെ ആണല്ലോ? നമ്മുടെ ഇന്നത്തെ പണി എന്താ? നമുക്ക് ഗാൽവനോമീറ്ററിനെ വേണം അമ്മീറ്ററായിട്ട് കണക്ട് ചെയ്യാൻ. അപ്പം ഇവിടെ ഒരു ഗാൽവനോമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് ഗാൽവനോമീറ്റർ. ഈ ഗാൽവനോമീറ്റർ എനിക്ക് അമ്മീറ്ററായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യണം? എത്രയും കുറയ്ക്കാമോ അത്രയും കുറയ്ക്കണം. നമ്മൾ സീരിയസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ്, നമ്മൾ 1 ഓമും 100 ഓമും എടുത്തിട്ട് അതിനെ രണ്ടിനെ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര വന്നു? 101 വന്നു. അതിനർത്ഥം അതിൻ്റെ റെസിസ്റ്റൻസ് കൂടി. അപ്പോൾ ഒരിക്കലും ഈ ഗാൽവനോമീറ്ററുമായിട്ട് ഒരു റെസിസ്റ്റൻസ് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗാൽവനോമീറ്ററിൻ്റെയൊക്കെ റെസിസ്റ്റൻസ് ടോട്ടൽ കൂടത്തേ ഉള്ളൂ. ഓക്കെ, ഇനി 1 ഓമിനെയും 100 ഓമിനെയും നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തപ്പോഴോ നമുക്ക് എന്ത് സംഭവിച്ചു? ആ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ് 1 ഓം ആയിരുന്നു, അതിലും കുറച്ചുള്ള റെസിസ്റ്റൻസ് ആണ് ടോട്ടൽ കിട്ടിയത്. അതിനർത്ഥം നമുക്ക് ഈ ഗാൽവനോമീറ്ററെ അമ്മീറ്ററായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ റെസിസ്റ്റൻസിനെ ഇതിന് പാരലായിട്ട് കണക്ട് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പം നമുക്ക് അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളൊരു ചെറിയ റെസിസ്റ്റൻസ്, നമ്മൾ ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയും, അതിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിന് പാരലായിട്ട് കണക്ട് ചെയ്യും. കൺസെപ്റ്റ് മനസ്സിലാകാത്തവർ എന്നോട് ഒന്നുകൂടെ ചോദിക്കണം, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ കൺസെപ്റ്റ് പ്രത്യേകം എഴുതി എടുക്കണം. ഈ സീരീസ് കണക്ഷനിൽ ഇവിടെ എഴുതി വെച്ചേക്കണം, ഇൻ സീരീസ് കണക്ഷൻ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻക്രീസസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ്? ഇൻക്രീസസ്. അതേപോലെ ഇൻ പാരലൽ കണക്ഷൻ, ഇത് കൺസെപ്റ്റാണ്. പാരലൽ കണക്ഷൻ ടോട്ടൽ റെസിസ്റ്റൻസ് ഡിക്രീസസ്. എന്തിനേക്കാളും ഡിക്രീസ് ചെയ്യും? നമ്മൾ ഏതാണോ ചെറിയ റെസിസ്റ്റൻസ് അതിനേക്കാട്ടിലും കുറയും. ഓക്കെ, അപ്പം നമുക്ക് ഗാൽവനോമീറ്റർ അമ്മീറ്റർ ആക്കണമെങ്കിൽ ഉറപ്പായിട്ട് ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറഞ്ഞിരിക്കണം. അപ്പം ഈ കേസ് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇതുണ്ട്. ഇപ്പോൾ ഇത് കൺസെപ്റ്റ് എഴുതി, ഇതിന് ഏതാണ്ട് ഇവിടെ എഴുതുകയാണ് പറഞ്ഞോ. ആരോ മൈക്ക് ഓണാക്കി ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. എൻ്റെ നെറ്റ് കട്ടായി പോയിരുന്നു, ഒന്ന് പറയാമോ? എവിടെ മൂല കേട്ടെ? എവിടെ മൂല പറയാൻ? മറ്റേ R=101 വരെ കേട്ടോ. ഓക്കെ, അതായത് RS=, അതായത് നമ്മൾ രണ്ട് റെസിസ്റ്ററിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും വലിയ റെസിസ്റ്റൻസിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഇവിടെ 100 ആയിരുന്നു, 100-നേക്കാട്ടിലും കൂടുതലായിരുന്നു 101. ആണോ? രണ്ട് റെസിസ്റ്റൻസിനെ പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താ അവിടെ സംഭവിച്ചത്? നോക്കിയേ, 1/1 + 1/100 എന്ന് വന്നു. അപ്പോൾ നമുക്ക് 101/100 എന്ന് വന്നു. RP കണ്ടുപിടിച്ചപ്പം 100/100 എന്ന് വന്നു. അതായത് 1-നേക്കാട്ടിലും, അതായത് 0. വന്നു. ആണോ? അതായത് രണ്ട് റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും ചെറിയ റെസിസ്റ്റർ ഏതാണോ അതിനേക്കാട്ടിലും ചെറിയ വാല്യൂ ആയിരിക്കും അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇനി രണ്ട് റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആ രണ്ട് റെസിസ്റ്ററിനകത്തെ ഏറ്റവും വലിയ റെസിസ്റ്ററിനെക്കാട്ടിലും വലുതായിരിക്കും. ഓക്കെ, ഇനിയും നമുക്ക് അമ്മീറ്ററിന് റെസിസ്റ്റൻസ് കൂടി നിൽക്കുന്നതാണോ നല്ലത്, കുറഞ്ഞു നിൽക്കുന്നതാണോ നല്ലത്? ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പണി ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കുകയാണ്. അപ്പോൾ ആ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറഞ്ഞു നിൽക്കണം, ആണല്ലോ? ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കണമെങ്കിൽ ഇപ്പോൾ 100 ഓമിൻ്റെ റെസിസ്റ്റൻസിൻ്റെ കൂടെ ഞാനൊരു 1 ഓം കണക്ട് ചെയ്തപ്പം ആ മൊത്തത്തിൻ്റെ റെസിസ്റ്റൻസ് എന്തായിട്ട് മാറി?
0. അതായത് 1-നേക്കാട്ടിലും ചെറുതായി. അപ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? വളരെ ചെറിയൊരു റെസിസ്റ്റൻസിനെ ഗാൽവനോമീറ്ററിൻ്റെ പാരലായിട്ട് കണക്ട് ചെയ്താൽ പോരെ? അപ്പം ആ കണക്ട് ചെയ്ത ചെറിയ റെസിസ്റ്റൻസിനെക്കാട്ടിലും കുറവായിരിക്കും ആ മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ്. അപ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എൻ്റയർലി അങ്ങ് കുറയും. ഓക്കെ ഓക്കെ സാർ. ആണെങ്കിലേ ആണെന്ന് പറയാവൂ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കൺസെപ്റ്റ് ഒന്ന് എഴുതിയിട്ടിട്ട് വേണ്ട ഇങ്ങോട്ടേക്ക് എഴുതി കൺവേർഷൻ എഴുതിയിട്ട് നമ്മളൊരു ഗാൽവനോമീറ്റർ എടുക്കുന്നു. ഇതാണ് നമ്മുടെ ഗാൽവനോമീറ്റർ. ഈ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അതിനേക്കാട്ടിലും ചെറിയൊരു റെസിസ്റ്റൻസ്, അതിനെ നമ്മൾ ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. അപ്പം അത് നമ്മൾ സ്മോൾ എസ് വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് ഞാൻ ഇവിടെ നിന്നൊരു ഐ കറണ്ട് കടത്തി വിട്ടു. ഈ ജംഗ്ഷനിൽ വന്നപ്പോൾ അത് രണ്ടായിട്ട് സ്പ്ലിറ്റായി. ഗാൽവനോമീറ്ററിൽ കൂടെ പോകുന്ന കറണ്ട് ഐ ജി ആണ്. കറണ്ട് ഇലക്ട്രിസിറ്റി പഠിപ്പിച്ചപ്പോൾ മൂലം നമ്മൾ പറഞ്ഞതാണ്. അവിടെ നിന്ന് ഐയിൽ നിന്ന് ഐ ജി പോയി കഴിഞ്ഞാൽ ബാക്കി ഇതുവഴി ഒഴുകുന്നത് ഐ മൈനസ് ഐ ജി ആയിരിക്കും, എസ് സി കൂടെ ഒഴുകുന്നത്. ഓക്കെ, പിന്നീട് ഇതുവഴി കംപ്ലീറ്റ് വന്നിട്ട് വീണ്ടും ഇതെന്ത് ചെയ്യും? ഐ ആയിട്ട് ഇതുവഴി ഫ്ലോ ചെയ്യും. ഈ മൊത്തത്തിലുള്ള സെറ്റപ്പിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? അമ്മീറ്ററായിട്ട് എടുക്കുന്നത്. അമ്മീറ്റർ. അപ്പോൾ ഗാൽവനോമീറ്ററിനെയാണ് നമ്മൾ പ്യുവർലി ഇതൊരു അമ്മീറ്ററായിട്ടല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. ഗാൽവനോമീറ്ററിനെയാണ് അമ്മീറ്ററായിട്ട് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു വളരെ സ്മോൾ റെസിസ്റ്റൻസിനെ, അതിനെ ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയും, അതിനെ ഗാൽവനോമീറ്റർ പാരലായിട്ട് കണക്ട് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയും ഇതിൻ്റെ ഒരു ഡെറിവേഷൻ പോലെ ചെയ്യാം. ഇൻ പാരലൽ കണക്ഷൻ, പാരലൽ അല്ല, അപ്പം അത് വേണമെങ്കിൽ എഴുതാം. ഇങ്ങനൊരു കാര്യം കൊണ്ട് എഴുതിയിട്ട് എഴുതാമേ. അതായത് in order to convert a galvanometer into ammeter, we need to connect a low resistance known as shunt resistance, SHUNT, shunt resistance in parallel with galvanometer, with galvanometer. ഇനി നിങ്ങൾക്ക് പഠിക്കാൻ ഇന്ന് പ്രാക്ടിക്കലി ചെയ്യാൻ കാണും കേട്ടോ, ചിലപ്പോൾ കാണും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഈ എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, ഡെറിവേഷൻ. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻ പാരലൽ കോമ്പിനേഷൻ എന്താണ് കോൺസ്റ്റൻറ്റ്? ഇൻ പാരലൽ ഇപ്പം ഈ ജിയും ഈ എസും പാരലാണ് ഇല്ലേ? ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ജിയും ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ റെസിസ്റ്റൻസിനെ എസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇൻ പാരലൽ കണക്ഷൻ അല്ലെ കോമ്പിനേഷൻ എന്താണ് കോൺസ്റ്റൻറ്റ്? വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് ഇതുവഴി പോകുന്ന വോൾട്ടേജും സെയിം ആണ്. അപ്പം നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്രോസ് ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ വി ഈസിക്കൽ എന്താ? വി ഈസിക്കൽ നമുക്കറിയാം I × R ആണ്. ഗാൽവനോമീറ്ററിൽ കൂടെ പോകുന്ന കറണ്ട് IG ആണ്, അതിൻ്റെ റെസിസ്റ്റൻസ് G ആണ്. അതെന്താണ്? ഓംസ് ലോ വെച്ചിട്ട് V IR വെച്ചിട്ടാണ് നമ്മളത് എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്രോസ് ഷണ്ട് റെസിസ്റ്റൻസ് അത് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്? അവിടുത്തെ പൊട്ടൻഷ്യൽ വീതായിട്ട് എടുക്കാൻ, രണ്ടും വിയും സെയിം ആണ്. വി അവിടുത്തെ ഷണ്ട് റെസിസ്റ്റൻസിനകത്തൂടെ ഒഴുകുന്ന കറണ്ട് I മൈനസ് IG ആണ്, ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് S ആണ്. അതും V IR കൺസെപ്റ്റിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് I മൈനസ് IG ഇൻറ്റു S എന്തെന്ന് എഴുതാം? IGG എന്ന് എഴുതാം. എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. S IGG ഡിവൈഡഡ് ബൈ I മൈനസ് IG. ഇതായിരിക്കും നമ്മുടെ ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. ഇനിയും നമുക്ക് ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്, ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ കൺവേർട്ടഡ് ഗാൽവനോമീറ്റർ ഇല്ലേ? കൺവേർട്ടഡ് അമ്മീറ്റർ എന്ന് വേണമെങ്കിൽ എഴുതാം. അങ്ങനെയാണ് നമുക്കറിയാം 1 പാരലാണ്. 1 റെസിസ്റ്റൻസ് ഇൻ പാരൽ ഈസിക്കൽ എന്താ? 1 R1 + 1 R2 ആണ്. നമുക്കറിയാം ഇവിടെ ഒരു R G ആണ്,
ഒരു റെസിസ്റ്റൻസ് എസ് ആണ്. അങ്ങനെയാണെങ്കിൽ 1 റെസിസ്റ്റൻസ് ഇൻ പാരലൽ ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഇവിടെ ഇതെടുക്കുന്ന സമയത്ത് എസ് പ്ലസ് ജി ഡിവൈഡഡ് ബൈ ജി എസ് എന്ന് വരുന്നു. ഇത് 1/RP ആണ്. ആർ പി കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? ആർ പി ഈസ് ഈക്വൽ ടു ജി എസ് ഡിവൈഡഡ് ബൈ ജി പ്ലസ് എസ് എന്ന് എഴുതാം. ഇതായിരിക്കും നമ്മുടെ ആ കൺവേർട്ടഡ് ഗാൽവനോമീറ്റർ, അതായത് കൺവേർട്ടഡ് ഗാൽവനോമീറ്ററിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ന്യൂമറിക്കൽ ചോദിക്കുമ്പോൾ ഇതും ചോദിക്കാറുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കൺസെപ്റ്റ് അറിയാതെ പോയാൽ ആപ്ലിക്കേഷൻ ലെവലൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ടോപ്പിക് കൂടെ ഉള്ളൂ, ചാപ്റ്റർ തീരും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഡൗട്ട് ഇല്ലെങ്കിൽ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പം അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. കൺവേർഷൻ ഓഫ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ ആണ് അടുത്തത്. കൺവേർഷൻ ഓഫ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ. അതിനൊരു കൺസെപ്റ്റ് ഉണ്ട്. കൺവേർഷൻ ഓഫ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ. അപ്പം അതും എഴുതാം. വോൾട്ട് മീറ്റർ എന്താണെന്ന് എഴുതാം. വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ട് മീറ്റർ ഈസ് എ ഡിവൈസ്. ഈ ഡിവൈസ് ഈസ് എ ഡിവൈസ് used to measure potential difference. Measure potential difference. ഇനിയും അവരെ എപ്പോഴും കണക്ട് ചെയ്യുന്നത് പാരലായിട്ടായിരിക്കും. they are always connected in parallel with the circle. കാരണം പാരൽ കൺസെപ്റ്റ് വരുന്ന സമയത്താണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആവുന്നത്. നമ്മൾ മറ്റേ റെസിസ്റ്റൻസ് ഇൻ സീരീസ് പാരലൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച സമയത്ത് അത് പഠിച്ചാണ് പ്രത്യേകം. ദേ ആർ ഓൾവേസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ സർക്യൂട്ട്. ഇനി ഇതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞുതരാം. കൃത്യം നോക്കിക്കോണേ. അതായത് ശ്രദ്ധിച്ചോണം. അതായത് ഇതൊരു ബൾബാണ്. അപ്പം ഈ ബൾബിലൂടെ I എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഈ ബൾബിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഈ സർക്യൂട്ടിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഒരു വോൾട്ട് മീറ്ററിനെ ഇതിന് പാരലായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ I എന്ന് പറയുന്ന കറണ്ട് നേരത്തെ കംപ്ലീറ്റ് ആയിട്ട് ഈ ബൾബിൽ കൂടെ പോയിട്ട് ഈ ബൾബ് നല്ല ബ്രൈറ്റ് ആയിട്ടായിരുന്നു കത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ വോൾട്ടിമീറ്റർ കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ബൾബിൻ്റെ ബ്രൈറ്റ്നസ് ചെറിയൊരു വേരിയേഷൻ വന്നു. അതെന്തുകൊണ്ടാണെന്നറിയാമോ?
കറണ്ട് ഈ ജംഗ്ഷനിൽ വന്നിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് കുറച്ച് കറണ്ട് ഈ വോൾട്ടിമീറ്ററിൽ കൂടെയും പോകാൻ തുടങ്ങി. അതായത് ഇതുവഴി I1 കറണ്ടും ഇതുവഴി I2 കറണ്ടും പോകാൻ തുടങ്ങി. ഇത് കൺസെപ്റ്റാണ്, ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് തിരിച്ച് ഈ ബ്രൈറ്റ്നസ് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ഈ വോൾട്ടിമീറ്ററിൽ കൂടെ ഒഴുകുന്ന കറണ്ട് വളരെ അതായത് ഒഴുകുന്ന കറണ്ട് കുറയണം. അപ്പം വോൾട്ടിമീറ്ററിൽ കൂടെ ഒഴുകുന്ന കറണ്ട് കുറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വോൾട്ടിമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് നല്ലതായിട്ട് കൂടുതലായിരിക്കണം. ശരിയല്ലേ? നിങ്ങൾ ഏതൊരു സർക്യൂട്ടിൽ കൊണ്ട് വോൾട്ടിമീറ്റർ കണക്ട് ചെയ്താലും വോൾട്ടിമീറ്ററിൽ കൂടെ കറണ്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സർക്യൂട്ടിലെ കറണ്ട് എഫക്റ്റീവ്നെസ് കുറയും. കാരണം വോൾട്ടിമീറ്ററിലൂടെ ഒഴുകുന്ന സമയത്ത് വോൾട്ടിമീറ്റർ കുറച്ച് കറണ്ട് വലിച്ചെടുക്കും, അല്ലേ? അതിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ വോൾട്ടിമീറ്റർ നമുക്ക് കണക്ട് ചെയ്യാൻ വേണം, വോൾട്ടേജ് കണ്ടുപിടിക്കുകയും വേണം. എന്നാൽ ഈ കറണ്ടിനെ അഫക്റ്റ് ചെയ്യാനും പാടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്ത വോൾട്ടിമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് വളരെ കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് കൂടി നിൽക്കുന്ന വോൾട്ടിമീറ്ററിനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? യൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പണി എന്താ? നമ്മുടെ ഇവിടുത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗാൽവനോമീറ്ററിനെ വോൾട്ടിമീറ്റർ ആക്കുക. അപ്പോൾ ഗാൽവനോമീറ്ററിനെ വോൾട്ടിമീറ്റർ ആക്കണമെങ്കിൽ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കൂടി നിൽക്കണം, എന്നാലല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണോ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണോ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കൂടി നിൽക്കുന്നത്? ഗാൽവനോമീറ്ററിൻ്റെ അല്ല, എന്ത് സീരീസ് കോമ്പിനേഷനിലാണോ പാരലൽ കോമ്പിനേഷനിലാണോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ സീരീസിലാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു 1 ഓം റെസിസ്റ്റൻസിനെയും അതേപോലെ തന്നെ ഒരു 100 ഓം റെസിസ്റ്ററിനെയും സീരിയസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ എഫക്റ്റീവ് RS എന്ന് പറയുന്നത് 101. അതായത് ഇവിടുത്തെ വലിയ റെസിസ്റ്റൻസിനെക്കാട്ടിലും വലുതായിരിക്കും നമ്മുടെ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പം ഗാൽവനോമീറ്ററിനെ നമുക്ക് എന്താക്കണമെങ്കിൽ വോൾട്ടിമീറ്റർ ആക്കണമെങ്കിൽ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എപ്പോഴും കൂടി നിൽക്കണം. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? നേരത്തെ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറഞ്ഞ് നിൽക്കുമായിരുന്നു ചെയ്യേണ്ടത് അമ്മീറ്റർ ആക്കണമെങ്കിൽ. അതിനുവേണ്ടി ചെറിയ റെസിസ്റ്റൻസിനെ പാരലായിട്ട് കണക്ട് ചെയ്തു. ഇവിടെ ഒന്നും ചെയ്യേണ്ട, ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കൂടി നിൽക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഗാൽവനോമീറ്ററിനെക്കാട്ടിലും ഒരു വലിയ റെസിസ്റ്റൻസിനെ എടുത്തിട്ട് അതുമായിട്ട് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും ഈ വലിയ റെസിസ്റ്ററിനെക്കാട്ടിലും കൂടുതലായിരിക്കും ആ കംപ്ലീറ്റ് സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ്. അപ്പം കൺവേർഷൻ്റെ സമയത്ത് നമുക്കിവിടെ ഒരു കാര്യം എഴുതാം. കൺവേർഷൻ പടം വരയ്ക്കാം. കൺവേർഷൻ്റെ സമയത്ത് കൺവേർഷൻ എഴുതുമ്പോൾ നോക്കിയോ, നമ്മളൊരു ഗാൽവനോമീറ്റർ എടുക്കുന്നു. ഈ ഗാൽവനോമീറ്റർ എനിക്ക് വോൾട്ടിമീറ്റർ ആക്കണം. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കണം, അല്ലേ? റെസിസ്റ്റൻസ് ഹൈ ആകാൻ വേണ്ടി ഒരു ഹൈ റെസിസ്റ്റൻസിനെ നമ്മൾ അതിനെ R എന്ന് വിളിക്കും. ഈ ഗാൽവനോമീറ്ററിന് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പം ഈ എൻ്റയർ സെറ്റപ്പിനെ, ഈ മൊത്തം സെറ്റപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വോൾട്ട് മീറ്റർ എന്ന് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അത് ഇനി എന്താ? ഇതുവഴി നമുക്കറിയാം IG കറണ്ടാണ് ഇതുവഴി പോകുന്നത് ഗാൽവനോമീറ്ററിൽ കൂടെ. അപ്പോൾ സീരിയസ് ആയതുകൊണ്ട് തന്നെ ഇതുവഴി ഒഴുകുന്ന കറണ്ട് എന്ന് തന്നെയായിരിക്കും IG എന്ന് തന്നെയായിരിക്കും, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനിയും നമുക്ക് വേണമെങ്കിൽ ഇനിയും അത് എഴുതിയിട്ട് എഴുതാം. ഇൻ ഓർഡർ ടു കൺവേർട്ട് galvanometer into voltmeter, we have to connect a high resistance in series with galvanometer. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടുത്തെ പൊട്ടൻഷ്യൽ, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്രോസ് ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ V ആണ്. V ഈസ് ഈക്വൽ ടു എന്താ? VG എന്ന് എടുക്കാം. പൊട്ടൻഷ്യൽ ത്രൂ ഗാൽവനോമീറ്റർ VG എന്ന് എടുക്കാം. VG ഈസ് ഈക്വൽ ടു എന്താ? നമുക്കറിയാം I × R ആണ്. അവിടുത്തെ I എന്ന് പറയുമ്പോൾ IG ആണ്, അവിടുത്തെ റെസിസ്റ്റൻസ് G ആണ്. അത് മറ്റേ V ഈസ് ഈക്വൽ ടു IR എന്ന് പറയുന്ന കൺസെപ്റ്റിൽ തന്നെയാണ്, ഓംസ് ലോ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്രോസ് ഹൈ റെസിസ്റ്റൻസ് കൊടുക്കാം. അതിനെ VR എന്ന് എടുക്കാം. VR എന്ന് പറയുമ്പോൾ അത് എഴുതുന്നതിന് IG × R എന്ന് എടുക്കാം. അതും V ഈസ് ഈക്വൽ ടു IR എന്ന് പറയുന്ന കൺസെപ്റ്റിൽ തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? VG + VR എന്ന് എടുക്കാം. അവിടെ നിന്ന് നമുക്ക് IgG + IgR എന്ന് എടുക്കാം. നമുക്ക് R ആണ് കണ്ടുപിടിക്കേണ്ടത്, ഇല്ലേ? അപ്പോൾ R കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം V - IgG G = IgR എന്ന് എടുക്കുന്നു.
അവിടുന്ന് ആർ കണ്ടുപിടിക്കാൻ വേണ്ടി ഐ ജിനെ താഴെ കൊണ്ടിരുന്നു. വി മൈനസ് ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ ജി ഈസ് ഈക്വൽ ടു എന്താ, ആർ എന്ന് വരുന്നു. ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് ഓഫ് ദ ഹൈ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ആർ ഈസ് ഈക്വൽ ടു വി മൈനസ്, നിങ്ങൾ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. വി ബൈ ഐ ജി മൈനസ് ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ ജി എന്ന് എഴുതാം. ഇത് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ ജി മൈനസ് ജി എന്ന് എഴുതാം. ഇനിയും ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി, രണ്ടും സീരീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് എഴുതാം, ആർ എസ് ഈസിക്കൽ എന്താ, റെസിസ്റ്റൻസ് ത്രൂ ഗാൽവനോമീറ്റർ പ്ലസ് റെസിസ്റ്റൻസ് ത്രൂ എന്താ, ഇതാണ്. അപ്പോൾ നമുക്ക് എന്ത് സിംപ്ലി എന്താ രണ്ടിൻ്റെയും ജി അല്ലേ, അതായത് ജി പ്ലസ് ആർ എന്ന് എഴുതിയാൽ മതി. ഇതായിരിക്കും അതിൻ്റെ എഫക്റ്റ്. സാർ മേളത്തെ ഒന്ന് കാണിക്കാവോ? ഇവിടാണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അതിൻ്റെ പേര് എത്രയേ ഉള്ളൂ, ചാപ്റ്റർ തീർന്നു. താങ്ക് യു സർ. Thank you, sir. Sir, the total resistance in the Total resistance RS is equal to G plus R. Thank you, sir. Thank you, sir.